ഈ നാട് സമ്പന്നമായോ? ഈ നാട് പുരോഗതിയിലേക്ക് പോയോ? ഇദ്ദേഹം ഉണ്ടാക്കിയ വികസനം എന്താ? 8-9 കൊല്ലമായി അദ്ദേഹം ഭരിക്കുന്നു. എന്ത് വികസനം? ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണോ? ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ഈ നാടിനുണ്ടായ വികസനം 1 അല്ല 2 അല്ല 3 അല്ല, എണ്ണി പറയാൻ നേട്ടങ്ങളില്ലേ? കേരളത്തിൽ ആദ്യമായ 6 മെഡിക്കൽ കോളേജുകൾ. എറണാകുളത്ത് മെട്രോ ട്രെയിൻ, ആ മെട്രോ ട്രെയിൻ തുടങ്ങിയത് ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയത് ഉമ്മൻചാണ്ടി. കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി. എറണാകുളത്ത് തന്നെ ഇതിൽ നിന്ന് ടെക്നോ സ്മാർട്ട് സിറ്റി, എറണാകുളത്തെ സ്മാർട്ട് സിറ്റി ഒക്കെ ഈ നാടിന്റെ വികസനത്തിന് ചിറക് വെച്ച ഓരോ അധ്യായങ്ങളാണ് ചരിത്രത്തിൽ. അതൊക്കെ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഈ നാണം കെട്ട പ്രവർത്തനം നടത്തിയിട്ടില്ല ഇവിടെ. ആ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുമ്പോ തങ്ങളെ കൊണ്ടുപോകുന്നത് നടന്നു പോകുന്ന തയഞ്ഞ ചെരുപ്പിന്റെ അടിയിലാണ് എന്ന് പിണറായി വിജയൻ ഓർക്കണം. നിങ്ങളുടെ സ്ഥാനം അവിടെയാണ്. നിങ്ങളോട് ബഹുമാനമില്ല. നിങ്ങൾ ഈ നാടിന് വേണ്ടി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തില്ല. രാജ്യത്തെ ജനങ്ങൾ, രാജ്യത്തെ കടബാധ്യത, പിടിച്ചാൽ കിട്ടാത്ത കടബാധ്യത, സംസ്ഥാനം വിറ്റാൽ പോലും കടം വീട്ടാൻ സാധിക്കാത്ത കടബാധ്യത. ഒരു കുട്ടി ജനിക്കുന്നത് 1,05,000 രൂപ കടത്തിലാണ്. നാടെവിടെ? ഈ നാട്ടിലെ പുരോഗതി എവിടെ? ഇതൊന്നും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി ഈ നാടിന്റെ ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്കം എന്ത് ജനസമ്പർക്കം? സംഘർഷഭരിതമാണ് ഈ സംഘർഷം. ഇദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്കം സംഘർഷഭരിതമാണ്. എന്തുണ്ടായി ഇവിടെ? എന്തു നേട്ടം? ഏതെങ്കിലും ജനങ്ങളെ കണ്ടോ? പാവപ്പെട്ടവരെ കണ്ടോ? അവരുടെ പരാതികൾ കേട്ടോ? അവരുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കിയോ? ഒരാളെ പോലും നേരിൽ കണ്ടില്ല. സാമ്പത്തിക ശേഷിയുള്ള കുറെ ആളുകളെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ച് അവരോട് സംസാരിച്ച് പിരിയുന്ന പിണറായി വിജയൻ ജനങ്ങളുമായി ബന്ധമില്ല. ജനവികാരത്തെ മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹം ഈ നാടിന്റെ ആത്മാവിനെ കുത്തി നോവിക്കുന്നു. പ്രതികാരം ചെയ്യാതെ ഈ കൊച്ചു കേരളം അടങ്ങില്ല. പ്രതികരിക്കും. ഈ രാജ്യത്ത് ജനമനസ്സിലൂടെ ഞങ്ങൾ സന്നിവേശിപ്പിച്ച് നിങ്ങൾക്കെതിരെ ജനവികാരത്തെ ഞങ്ങൾ ഉണർത്തും. ആ ഉണർത്തുന്ന പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഈ മാർച്ച് എന്ന് മാത്രം ഞാനിവിടെ അനുസ്മരിച്ചുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഔപചാരികമായി ഈ DGP മാർച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.